പരിപാവനമായ ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത്. നാളെ വെള്ളിയാഴ്ച പകൽ. ഈ ഒരു സമയത്ത് ഒരു കുഞ്ഞൻ സ്വലാത്ത് ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന 24 നേട്ടങ്ങളുണ്ട്. എല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ, ചില നേട്ടങ്ങൾ മാത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അതോടൊപ്പം തന്നെ ഏതാണ് ആ സ്വലാത്ത്, അതെപ്പോഴാണ് പറയേണ്ടത്, ആ സ്വലാത്ത് പറഞ്ഞാലുള്ള നേട്ടം എന്താണ്, എല്ലാം കൃത്യമായി വ്യക്തമായി ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കളുടെ റിസൾട്ടുകൾ പലതും വന്നു, ഇനി വരാനിരിക്കുന്നു. ഈ ഒരു സമയത്ത് എല്ലാ മക്കളുടെയും രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. അത് കേൾക്കാതെ പോവരുത്. എല്ലാ രക്ഷിതാക്കളും നിർബന്ധമായും നമ്മുടെ ഈ മക്കളുടെ ഈ റിസൾട്ട് വരുന്ന സമയത്ത് പ്രധാനമായും നിങ്ങൾ കേൾക്കേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ചൂടുകാലമാണ്. മഴ കുറഞ്ഞു, പല സ്ഥലത്തും മഴ പെയ്യുന്നുണ്ട്, എന്നാലും ചൂട് അധികരിക്കുന്ന കാലമാണ്. ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട അതിപ്രധാനപ്പെട്ട ഒരു കാര്യവും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. മാത്രമല്ല പരിപാവനമായ ഈ ദുൽഖഅദ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യേണ്ട, പറയേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉസ്താദേ, ഈ ദുൽഖഅദ മാസത്തിലെ നഹ്സുള്ള ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുമോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അല്ലാഹു തആല നമ്മളെ പറയുന്ന എല്ലാ കാര്യവും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ കാണണേ, മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കണേ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കിട്ടിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നിന്ന് മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. എല്ലാ പ്രയാസ പ്രതിസന്ധികളും അല്ലാഹു തആല അവരുടെയും നമ്മുടെയും മാറ്റി തരുമാറാവട്ടെ. നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ പ്രത്യേകം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ, ഇപ്പോൾ മദ്രസ കാലമാണല്ലോ, അപ്പോൾ മദ്രസയിലൊക്കെ വിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മദ്രസയിൽ പോവുകയാണെങ്കിലും അവർക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊടുത്തിട്ട് വിടണം. അപ്പോൾ മൂത്ര സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടി വരികയാണ്. ഇപ്പോൾ ഒരു സഹോദരൻ, നമ്മുടെ പള്ളിയിലേക്ക് വരുന്നൊരു സഹോദരൻ, അദ്ദേഹം വിളിച്ചിട്ട് പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞു, ഉസ്താദെ എനിക്ക് വയറ്റിൽ പുണ്ണാണ്, വയറ്റിൽ പുണ്ണ് രോഗം വന്ന് അത് കൂടിപ്പോയി, ഒരുപാട് ഓപ്പറേഷൻ അവിടെ ഇവിടെയൊക്കെ വേണമെന്ന് പറഞ്ഞു. ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണേ. ഉസ്താദിൻ്റെ പ്രസംഗത്തിലെല്ലാം എല്ലാവരോടും പറയണം, ധാരാളം വെള്ളം കുടിക്കാൻ ഉസ്താദ് പ്രത്യേകം ഒരു വസിയത്ത് പോലെ പറയണേ എന്ന് ആ ഒരു സഹോദരൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കുടലിൽ എന്തോ ഒരു പുണ്ണ് പോലെ അസുഖം വന്ന് വളരെ സീരിയസ് ആയി, അതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നു. അദ്ദേഹത്തിന് അല്ലാഹു തആല ശിഫാ കൊടുക്കട്ടെ. അപ്പം അതുകൊണ്ട് പ്രത്യേകം നമ്മൾ വലിയ ആളുകളും ചെറിയ ആളുകളും ഒരു ദിവസം ചുരുങ്ങിയത് 12 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ്. ഒരു ദിവസം ചുരുങ്ങിയത് 12 ഗ്ലാസ് വെള്ളം. യുവാക്കളെയും അതുപോലെ തന്നെ ഗർഭിണികളെയും പറ്റി പറയുന്നത്, പ്രായമുള്ള ആളുകളെ പറ്റി പറയുന്നത്, അവർ ഒരു ദിവസം 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ്. ഇന്ന് ഡോക്ടർമാർ പല രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. ചൂട് കാലമാണ്, നല്ലതുപോലെ വെള്ളം കുടിക്കണം. ആ വെള്ളം കുടിക്കുമ്പോൾ തന്നെ അത് പ്രത്യേകം ശ്രദ്ധിച്ച് സുന്നത്തനുസരിച്ച് കുടിക്കണേ. നമ്മൾ നല്ല ദാഹം ഉണ്ടാകും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും തുറന്നെടുത്ത് ആ നല്ല കട്ട തണുപ്പുള്ള വെള്ളം ഇങ്ങനെ നിന്ന് കളകളാന്ന് പറഞ്ഞ് കുടിക്കും. അപ്പോൾ അവിടെ ഒരുപാട് ദോഷങ്ങളാണ്. ആ വെള്ളം കുടി കൊണ്ട് വളരെ ദോഷമാണ്. ഒന്ന്, നിന്ന് കുടിക്കുന്നു ശക്തമായ തണുപ്പ് വെള്ളം. നമ്മൾ വെയിലത്തിൽ നിന്നും ചൂടിൽ നിന്നും വീട്ടിലേക്ക് കടന്നു വന്ന് നല്ല വേർതിരിക്കുന്നു, അല്ലെങ്കിൽ നല്ല ചൂട്, ആ സമയത്ത് ഫ്രിഡ്ജ് തുറന്ന് ഉടൻ തന്നെ ആ വെള്ളം എടുത്ത് ഇങ്ങനെ കുടിക്കൂലേ, നല്ല തണുത്ത വെള്ളം നമ്മുടെ ചൂടുള്ള ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ വളരെ പ്രയാസമുണ്ടാക്കും. അപ്പം അതുകൊണ്ട് ഇരുന്ന് സാവകാശം നിർത്തി അധികം ചൂടില്ലാത്ത, അധികം തണുപ്പില്ലാത്ത, നേരിയ തണുപ്പുള്ള വെള്ളമായിരിക്കണം കുടിക്കേണ്ടത്. അല്ലാതെ ശക്തമായ തണുപ്പുള്ള വെള്ളം നമ്മൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കുടിച്ചാൽ ശരീരത്തിന് ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കും. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി, ഇന്ന് പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ്. നാളെ വെള്ളിയാഴ്ച പകൽ വരികയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള, പവിത്രതകളുള്ള ദുൽഖഅദ മാസം. ദുൽഖഅദ മാസം ഹജ്ജിന്റെ വിളംബര മാസമാണ്. ഞാനൊന്ന് പറയട്ടെ, പല ആളുകളും ചോദിച്ചു, ഉസ്താദെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, ഹജ്ജിന്റെ പ്രവർത്തനം ഒന്നും മനസ്സിലായിട്ടില്ല, ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ കേട്ടിട്ട് എന്തൊക്കെ കേട്ടു എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും തിരിഞ്ഞിട്ടില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഹജ്ജിന് അള്ളാഹു തൗഫീക്ക് തന്നു, ഞങ്ങൾക്കത് പൈസയൊക്കെ അടച്ചിട്ടുണ്ട്, അവിടെ ചെന്ന് എന്ത് ഇബാദത്ത് എങ്ങനെയൊക്കെ ചെയ്യും? ഒരു ബേജാറും വേണ്ട. ഈ പ്രാവശ്യം ഹജ്ജിന് കിട്ടിയ ആളുകളെ നിങ്ങൾക്ക് ഒരു ബേജാറും വേണ്ട.
ഒരു ബേജാറും വേണ്ട, ഇൻഷാ അല്ലാഹ് എല്ലാം ഖൈറാകും, എല്ലാം ഖൈറാകും. ഇങ്ങനെ പേടിച്ചു പോകുന്ന ആളുകൾക്കാണ് ചിലപ്പോൾ എല്ലാം അറിയാവുന്ന ആളുകളെക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ പറ്റുക. അപ്പം അതുകൊണ്ട് ഒരു ബേജാറും വേണ്ട. കാരണം നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ അതിഥികളായി പോവുകയാണ്. അള്ളാഹുവാണ് നിങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. അള്ളാഹിൻ്റെ അതിഥികളായി നിങ്ങൾ ചെല്ലുമ്പോൾ എല്ലാം അള്ളാഹു റാഹത്തിലാക്കി തരും, എല്ലാം അള്ളാഹു സന്തോഷത്തിലാക്കി തരും. കാരണം ലക്ഷക്കണക്കിന് ആളുകളല്ലേ, ആ ആളുകളിൽ എത്രയോ ആളുകൾ നമ്മൾ അറിയാതെ നമ്മളെ സഹായിക്കുമെന്നറിയോ. ചിലപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹാജി അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരാൻ അള്ളാഹു താല ആളുകളെ നിയോഗിക്കും. അതുകൊണ്ട് ഒരു ബേജാറും വേണ്ട. ഇൻഷാ അല്ലാഹ് ഈ പ്രാവശ്യം ഹജ്ജിന് പോകുന്ന ആളുകൾക്കുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അവരുടെ ഹജ്ജിനെ അള്ളാഹു കബൂലാക്കട്ടെ, ആമീൻ. പരിപാവനമായ ദുൽഖഅദ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണിന്ന്. നാളെ വെള്ളിയാഴ്ച പകലാണ്. ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ മക്കളുടെ SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഇന്നും റിസൾട്ടുകൾ വരാനിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും പരീക്ഷകളുടെയും റിസൾട്ടുകളൊക്കെ വരാനിരിക്കുന്നു. എൻ്റെ പൊന്നു രക്ഷിതാക്കളെ, ഞാൻ പറയട്ടെ, നമ്മുടെ മക്കളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ചില രക്ഷിതാക്കളുണ്ട് ഒരു A+ കുറഞ്ഞതിന് എല്ലാത്തിനും A+ ഉണ്ട്, അവസാനം ചിലപ്പോൾ മാത്സിനോ അല്ലെങ്കിൽ ഇംഗ്ലീഷിനോ ഒക്കെ ഒരു A ആയിപ്പോയി. ഒരു പ്ലസ് കിട്ടിയില്ല, A കിട്ടി, A ഗ്രേഡ് കിട്ടിയല്ലോ മോനെ എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം ഒരു A+ കുറഞ്ഞതിനെ കുട്ടികളെ ശകാരിക്കുന്ന, അവരെ വളരെ മോശമായിട്ട് കാണുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. ഒരിക്കലും അങ്ങനെ മക്കളോട് കാണിക്കുന്ന അക്രമമാണ്, മക്കളോട് കാണിക്കുന്ന അനീതിയാണ്. കാരണം അവര് എത്രമാത്രം കഷ്ടപ്പെട്ടാണ് അവർ പഠിച്ചത്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എഴുതാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സമയത്തിന്റെ കുറവ് മൂലം അത് വിട്ടുപോയിട്ടുണ്ടാവാം, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം. മനുഷ്യനല്ലേ, നമ്മുടെ മക്കളല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ, മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരൊറ്റ രക്ഷിതാക്കളും വളരെ ഗൗരവത്തോടു കൂടി, വളരെ സീരിയസ് ആയി പറയട്ടെ, ഒരൊറ്റ രക്ഷിതാക്കൾ പോലും മക്കൾ തോറ്റതിൻ്റെ പേരിലോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിലോ അവരെ കുറ്റപ്പെടുത്താനോ അവരെ അടിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കാനോ പാടില്ല. ഇത് നമ്മുടെ നിയമ സംവിധാനങ്ങൾ തന്നെ നമുക്ക് പറഞ്ഞു തരുകയാണ്. കാരണം നമ്മൾ ഒരു കുട്ടി തോറ്റു അല്ലെങ്കിൽ നമ്മുടെ മകൻ തോറ്റു, ചില ആളുകൾ കമ്പയർ ചെയ്യുകയാണ്. അവനെ കണ്ടില്ലേ, അവനിക്ക് മുഴുവൻ A+ ഉണ്ട്, നിനക്കെന്താ കുറവ്, അവനേക്കാൾ കൂടുതൽ സൗകര്യം നിനക്കില്ലേ, എന്നിട്ട് നീ എന്താ, അങ്ങനെ കുറ്റപ്പെടുത്തുന്ന എത്ര രക്ഷിതാക്കൾ ഒരിക്കലും ചെയ്യരുത്. കാരണം നമ്മളിങ്ങനെ ഓരോ വാക്കുകളും പറയുമ്പോൾ അവരുടെ മനസ്സിലത് തറയ്ക്കും. പല അബദ്ധങ്ങളും ചെയ്യാൻ അത് മക്കളെ പ്രേരിപ്പിക്കും. ഇന്നത്തെ കാലത്ത് നമുക്കറിയാമല്ലോ, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ തൂങ്ങി മരിക്കുന്ന കാലമാണ്. അതുപോലെ 5 വയസ്സായ പൊന്നുമോൻ തൂങ്ങി മരിച്ച കാലമാണ്. ഇങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട എന്നുള്ള ചിന്ത നമ്മുടെ മക്കളുടെ മനസ്സിൽ ഇങ്ങനെ കൂടിയിട്ടുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ജീവിതം അവസാനിപ്പിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന മക്കളുള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ മക്കളെ കുറ്റപ്പെടുത്താൻ പാടില്ല, അവരെ പ്രോത്സാഹിപ്പിക്കുക. കുഴപ്പമില്ലടാ, നമുക്ക് തോറ്റ ആളുകളാണെങ്കിൽ അത് വിഷയമില്ല മോനെ, നമ്മളൊക്കെ ഇങ്ങനെ തോറ്റല്ല ജയിച്ചത്, അതുകൊണ്ട് വിഷമിക്കണ്ട, ഇൻഷാ അല്ലാഹ് നമുക്ക് അത് എഴുതാം, അത് കുഴപ്പമില്ല, നമുക്ക് ഇനി എഴുതാമല്ലോ, പരീക്ഷയ്ക്ക് വരൂല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കുക, സമാധാനിപ്പിക്കുക. നമ്മുടെ ആ ഒരു വാക്കായിരിക്കും നമ്മുടെ മക്കൾക്ക് പ്രയോജനം. ഇനി ഞാൻ എന്താവണമെന്ന് അവർ തീരുമാനമെടുക്കുന്നത് നമ്മുടെ വാക്കുകൾ കൊണ്ടായിരിക്കും. ഇനി ചിലപ്പോൾ ജയിച്ച മക്കൾക്ക് നമ്മൾ അമിതമായ ആഹ്ലാദം കൊടുക്കരുത്. മക്കളെ, ഇനിയും പരീക്ഷകൾ വരാനുണ്ട്, അപ്പോൾ ഇനി നമ്മൾ തയ്യാറാവണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ അമിതമായ ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു അവസരമല്ല കൊടുക്കേണ്ടത്. ആഹ്ലാദിക്കണം, സന്തോഷിക്കണം, നമ്മൾ ജയിച്ചതാണ്. പക്ഷെ എന്നാലും അമിത ആഹ്ലാദം പാടില്ല. ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പരിപാവനമായ ദുൽഖഅദ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകൽ. നമുക്കറിയാമല്ലോ, ദുൽഖഅദ മാസം ഹജ്ജിന്റെ വിളംബര മാസമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ ഉംറ ചെയ്തത്, നബിതങ്ങൾ 4 ഉംറ ചെയ്തത്, ആ 4 ഉംറയും നടന്നത് പരിപാവനമായ ദുൽഖഅദ മാസത്തിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂലുമായിട്ട് ഒരുപാട് സാമീപ്യമുള്ള, ഒരുപാട് അടുക്കാൻ പറ്റിയ ഒരു മാസമാണ് ദുൽഖഅദ മാസം. പ്രത്യേകിച്ച് സ്വലാത്തുകൾ അധികരിപ്പിക്കുക. സ്വലാത്ത് അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടങ്ങളാണ്. എത്രയാ നേട്ടം, നമ്മൾ എത്രയോ സ്വലാത്തുകളുടെ നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ സറഹു അയൽഖല്ലാഹ തആല വഹുവ അൻഹു റാദിൻ. അല്ലാഹുവിന്റെ പരലോകത്ത് കടന്നു ചെല്ലുമ്പോൾ അല്ലാഹു തആല തൃപ്തിപ്പെട്ടവനായിട്ട് ഒരു മനുഷ്യൻ അല്ലാഹനെ കാണുകയാണെങ്കിൽ അവൻ കാണാൻ, അതായത് അല്ലാഹു തആല
പെട്ട നിലയിൽ ഒരാൾക്ക് അള്ളാനെ കാണാൻ പറ്റണമെങ്കിൽ ഫൽയുക്സിർ മിനസ്വലാത്തി അലയ്യ, അവൻ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കട്ടെ. ആഖിറത്തിൽ അവൻ വരുന്ന സമയത്ത് അള്ളാഹു അവനെ തൃപ്തിപ്പെടും. അതുപോലെ തന്നെ എൻ്റെ എല്ലാ തരത്തിലുള്ള ഷഫാഅത്തും അവനിക്കുണ്ടാകും. എന്താ ചെയ്യേണ്ടത്? സ്വലാത്ത് അധികരിപ്പിക്കണമെന്നാണ്. സ്വലാത്ത് അധികരിപ്പിച്ച് എത്രയാ നേട്ടം. ഒരു സ്വലാത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് പറഞ്ഞു തരാം. ഈ സ്വലാത്ത് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മക്കളൊക്കെ നന്നാകും, നമ്മുടെ ആഖിറം വിജയിക്കും, നമ്മുടെ ദുനിയാവ് വിജയിക്കും, നമ്മുടെ ഖബർ ജീവിതം വിജയിക്കും. നമ്മളെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ഖബറിലുണ്ടോ, അവരുടെ ഖബർ വിശാലമാകും. നമ്മൾ ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രതിഫലം അല്ലാഹുവേ എൻ്റെ ഉമ്മാക്ക് വാപ്പാക്ക് എത്തിച്ചു കൊടുക്കണം നമ്മൾ ദുആരക്ക്. അതുപോലെ തന്നെ നമുക്ക് അള്ളാനെ കാണാം, അല്ലെ, ആഖിറത്തിൽ അള്ളാനെ കാണാം, നബിതങ്ങളുടെ ശഫാഅത്ത് കിട്ടും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും, രോഗങ്ങൾ മാറും, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മാറും, അതുപോലെ എല്ലാവിധ സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഒരുപാട് നേട്ടങ്ങളുണ്ട് ഈ ഒരു സ്വലാത്തിന്. പിന്നെ ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? അവൻ്റെ 100 ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കും. അതിൽ 30 ആവശ്യം ഈ ദുനിയാവിലെ ആവശ്യമാണ്, ബാക്കി 70 എണ്ണം നാളെ ആഖിറത്തിലേതാണ്. ലം യമുത് ഹത്താ യറ മഖഅദു മിനൽ ജന്ന. ഇനി പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവൻ മരിക്കുന്ന സമയത്ത് അവൻ സ്വർഗത്തിൽ അവൻ്റെ സ്ഥാനമാനങ്ങൾ കണ്ടിട്ട് മരണപ്പെടും, അവൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടും. ഇങ്ങനെ നിരവധി പ്രതിഫലങ്ങൾ, ഏകദേശം 24ഓളം നേട്ടങ്ങൾ ഈ ഒരു സ്വലാത്തിന് മഹത്തുക്കളായ പണ്ഡിതന്മാർ എണ്ണി പറയുന്നുണ്ട്. എല്ലാ പ്രതിഫലവും നമുക്ക് നേടാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വലാത്ത് നമ്മൾ ചൊല്ലാറുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഈ സ്വലാത്ത് പഠിച്ചു വെച്ചോ. ഏതാണ് ആ സ്വലാത്ത്? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. ഒന്ന് പറഞ്ഞേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. അതോടൊപ്പം തന്നെ ചേർത്ത് പറയുക, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖാതമൻ നബിയ്യീൻ. ഇതാണ് ആ സ്വലാത്ത്. ഒന്ന് നമുക്ക് ഒന്നിച്ച് പറഞ്ഞാലോ? അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖാതമൻ നബിയ്യീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖാതമൻ നബിയ്യീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖാതമൻ നബിയ്യീൻ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മുത്തായ റസൂൽ, അല്ലേ, അല്ലാഹുവേ പടച്ചവനെ, എല്ലാവിധത്തുള്ള നിന്റെ നന്മകളും നിന്റെ എല്ലാവിധത്തുള്ള സമാധാനവും മുത്തായ റസൂലിന് നീ കൊടുക്കണേ അല്ലാ. എല്ലാവിധത്തുള്ള സമാധാനവും എല്ലാവിധത്തുള്ള രക്ഷയും അല്ലാഹുവിൻ്റെ റസൂലേ താങ്കൾക്കാകുന്നു മുത്തുനബിയെ. എങ്ങനെയുള്ള മുത്തുനബിയാണ്? അവ്വലീന വൽ ആഖിരീൻ, അല്ലെ, യാ സയ്യിദൽ അവ്വലീന വൽ ആഖിരീൻ. ആരൊക്കെയുണ്ടോ അവസാന കാലഘട്ടത്തിൽ ആളുകൾ, അതുപോലെ തന്നെ ലോകം ഉണ്ടായ സമയത്തുള്ള, അതായത് മുൻഗാമികൾ പിൻഗാമികൾ എല്ലാവരുടെയും നേതാവായ മുത്തുനബിയെ, താങ്കൾക്ക് അള്ളാഹിന്റെ ഗുണമുണ്ടാവട്ടെ, രക്ഷയുണ്ടാവട്ടെ. അതുപോലെ യാ ഖാതമൻ നബിയ്യീൻ, നബിമാരുടെ ഏറ്റവും അവസാനത്തെ നബിയെ, അങ്ങേക്ക് അള്ളാഹിന്റെ രക്ഷയുണ്ടാവട്ടെ, സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. അതുകൊണ്ട് ഈ സ്വലാത്ത് നമ്മൾ നിത്യമാക്കുക. ഒരുപാട് നേട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഇന്നത്തെ ദിവസവും, അതുപോലെ നാളെ, ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, ഈ സമയത്തൊക്കെ ഒരുപാട് ഈ സ്വലാത്ത് ഇങ്ങനെ അധികരിപ്പിക്കുക. പടച്ചവനെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അള്ളാഹു മാറ്റി തരട്ടെ. നമ്മുടെ നിസ്കാരങ്ങളൊക്കെ ക്ലിയർ ആക്കണേ. നമ്മുടെ ഖുർആൻ പാരായണം, നമ്മുടെ സ്വതക്കകൾ എല്ലാം നമ്മൾ ഇന്നത്തെ ഈ രാവിലും അതുപോലെ നാളത്തെ പകലിൽ മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പവിത്രമായ ഒരു മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങളുള്ള മാസമാണ്. പല ആളുകളും ചോദിച്ചു, ഉസ്താദെ, ഈ ദുൽഖഅദ മാസത്തിലെ ചില ദിവസങ്ങളിൽ നഹ്സുണ്ട് എന്ന് കേട്ടു, ഏതൊക്കെയാണ് ആ നഹ്സുള്ള ദിവസങ്ങളൊന്ന് പറയുമോ എന്ന് ചില ആളുകൾ ചോദിച്ചിരുന്നു. ദുൽഖഅദ മാസം 3, 5, 8, 13, 16, 18, 21, 24, 25, 28 ഈ ദിവസങ്ങളിലെല്ലാം നഹ്സ് ഉണ്ട് എന്ന് ചില മഹത്തുക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നന്മകൾ
കുറഞ്ഞ ദിവസങ്ങളാണ്, അല്ലെങ്കിൽ ബർക്കത്ത് കുറഞ്ഞ ദിവസം, ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമല്ല, ഒന്നും ചെയ്യാൻ പാടില്ലെന്നല്ല, നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചില കല്യാണങ്ങൾ അല്ലെങ്കിൽ പെരുതാമസമൊക്കെ നമ്മൾ നേരത്തെ മുൻകൂട്ടി വെച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ ഈ നെഹ്സുള്ള ദിവസമായിരിക്കാം, നമ്മൾ അന്ന് ചിന്തിച്ച് കാണില്ല, ചിലപ്പോൾ നെഹ്സുള്ള ദിവസമായിരിക്കാം വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യും? കല്യാണം ഇനി മാറ്റാൻ പറ്റുള്ളൂ ഉസ്താദെ, മാറ്റണ്ട. നമ്മൾ ആ ദിവസം എല്ലാവരും സുബഹി നമസ്കാരം ഖദാ ആക്കാതെ നിസ്കരിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് സൂറത്ത് യാസീൻ ഓതി ദുആരക്കുക. പിന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ആ ദിക്ർ പറയുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആ ദിക്റൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആ നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുക. അള്ളാഹുവിൻ്റെ എല്ലാവിധ ഖൈറുണ്ടാവും. അപ്പോൾ ഈ പരിപാവനമായ ഈ ഒരു വെള്ളിയാഴ്ച രാവിലും പകലിലും ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ മറന്നു പോവേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ, സൂറത്തുൽ കഹഫ്, മറ്റു സ്വലാത്തുകൾ, അദ്കാറുകൾ, ജുമാക്ക് വേണ്ടി ഒരുങ്ങൽ, മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. മരണപ്പെട്ടു ഒരു സിയാറത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ദുആരക്കുക. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂലാക്കട്ടെ, നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മൾക്ക് ഈ പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിൽ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നുണ്ട്. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ സമാധാനവും എല്ലാവിധ റാഹത്തും സന്തോഷവും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.